ഇതിനകത്തേക്ക് പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. ഇതുകൊണ്ട് പൊളിഞ്ഞാട് വെച്ചിട്ടുള്ളൊരു പേടിയുണ്ട്. ലോകത്തിലെ തന്നെ ആദ്യമായിട്ട് സ്റ്റോൺ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള പിരമിഡ്. ആ ഒരു രാജാവിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു ഈ പിരമിഡ് നിർമ്മിച്ചിട്ടുള്ള ജോസർ. ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഫെറോവ, ഖുർആനിൽ ഫിറോൻ എന്നൊക്കെ പറയുന്നിട്ടുള്ള ആ ഒരു ഫിറോവിൻ്റെ ഇതിനകത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് പോകട്ടെ. അപ്പോൾ പിരമിഡ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പിരമിഡിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോകാൻ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ഹായ് അഹമ്മദ്, അസ്സലാമു അലൈക്കും. കുഫു എന്ന രാജാവിൻ്റെ ഫാദറും പിരമിഡ് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ആ ഒരു പിരമിഡ് കാണാനാണ്, ആ രണ്ട് പിരമിഡ് കാണാനാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മൾ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തിൽ നിന്ന് ഒരു വലിയൊരു ആർക്കിടെക്ചർ ആയിട്ടുള്ള ഈ പിരമിഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് കുഫു പിരമിഡ് അല്ലെങ്കിൽ ദ ഗ്രേറ്റ് പിരമിഡ് ഇത്രയും വലുതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഇൻസ്പിറേഷൻ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ കൈറോയിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ പിരമിഡ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോണ്. ഗിസ ഏരിയയിലേക്ക് പോകണം. മെയിനായിട്ട് ഗിസ ഏരിയയിൽ 4 പാർട്സ് ആണുള്ളത്. ഇതിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പിരമിഡ്സ് ഒക്കെ കാണാൻ പോകുമ്പോൾ അത്രയും പെട്ടെന്ന് ഒരു 4 സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആരെങ്കിലൊക്കെ ബുക്ക് ചെയ്യാൻ കേട്ടോ. ടൂറായിട്ട് ബുക്ക് ചെയ്യാണ്. ഞാൻ എൻ്റെ ഹോസ്റ്റലിലുള്ള ആളോട് തന്നെ പറഞ്ഞിട്ട് അവരെ തന്നെയുള്ള ഒരു ടൂർ ഗൈഡുമായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. മിസ്റ്റർ അഹമ്മദ്. ഹൗ ആർ യു മാൻ? ഫൈൻ. അഹമ്മദ് ദുബായിൽ ഏകദേശം യു വർക്ക് ഫോർ 6 years in ദുബായ്. യാ, 6 വർഷം ദുബായിലെ അറിയുന്ന, ദുബായിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അഹമ്മദ്. സ്റ്റോൺ ബിൽഡിംഗ് in Saqqara. Saqqara area is big cemetery area. And there is a lot of new discovery right now. They discovered some the tombs for the first dynasty. And right now while we talking now there is new discovery. Still. Yeah, you will see this today. അങ്ങനെ അഹമ്മദ് ഗിസ ഏരിയയിലത്തെ എല്ലാ വിശേഷങ്ങളും ഇങ്ങനെ പറഞ്ഞു തരട്ടോ. അവിടെ പോകുമ്പോൾ തന്നെ, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി തരികയാണ്. എനിവേ അത് വലിയൊരു ഉപകാരമാണ് എനിക്ക്. നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നതിന് മുമ്പേ അവിടുത്തെ ഹിസ്റ്ററി കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. അതിന് തന്നെ അഹമ്മദിനെ കൂട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിസ ഏരിയ 4 പാർട്ടായിട്ട് തിരിച്ചുള്ള കേട്ടോ. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ടൂറിസ്റ്റുകളും പോകുന്ന ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് കുഫു അല്ലെങ്കിൽ ദ പിരമിഡ് കോംപ്ലക്സ് എന്നൊക്കെ പറയുന്നില്ല പിരമിഡ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പിരമിഡും ഏറ്റവും പുരാതനമായിട്ടുള്ള, ഏറ്റവും ലോകത്തിലെ തന്നെ അത്ഭുതമായിട്ട് കാണുന്ന ആ ഒരു പിരമിഡ് കോംപ്ലക്സ് ആണ്. അവിടേക്കാണ് എല്ലാ ടൂറിസ്റ്റുകളും പോകുന്നത്. അതിനുശേഷം വരുന്ന 3 പാർട്ട് വേറെ ഉണ്ട്. അവിടേക്കൊന്നും സാധാരണ ആളുകൾ പോകാറില്ല. പക്ഷേ ഞാൻ ഏതായാലും എല്ലാം കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് കുഫു അല്ലെങ്കിൽ പിരമിഡ് കോംപ്ലക്സ് കൂടാതെയുള്ള ഗിസയിലെ സ്ഥലങ്ങളാണ് സക്കാറ, മെംഫിസ്, അതുപോലെ തന്നെ ദശൂർ. ഈ ദശൂറിലും സക്കാറയിലും പിരമിഡുകളാണ്. അതായത് ഇത് ഗ്രേറ്റ് പിരമിഡ് ഉണ്ടാകുന്നതിന് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പിരമിഡിൻ്റെ ഒരു സ്ട്രക്ചറോട് കൂടിയിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കി വന്നിട്ടുള്ള പിരമിഡ്സുകളാണ് ദശൂറിലും സക്കാറയിലുള്ളത്. അതുപോലെ തന്നെ മെംഫിസ് എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഓപ്പൺ എയർ മ്യൂസിയമാണ്. റാംസീസ് ദ സെക്കൻഡ് അല്ലെങ്കിൽ ഫിറോൺ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ റാംസീസ് ദ സെക്കൻഡ് രാജാവിൻ്റെ ഒരുപാട് സ്റ്റാച്യൂകളും ഒരുപാട് മോണിമെന്റുകളുള്ള ഒരു സ്ഥലമാണ് ഈ ഓപ്പൺ എയർ മ്യൂസിയത്തിലുള്ളത്. അതാണ് മെംഫിസിലുള്ളത്. എനിവേ നമ്മളിന്ന് എല്ലായിടത്തും പോയിട്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് എല്ലായിടത്തും വിശേഷങ്ങളും ചരിത്രങ്ങളൊക്കെ പറയാണ്. സ്റ്റേ ട്യൂൺ, നമുക്ക് പോവാം. വാ. കൈറോയിൽ ഞാൻ താമസിക്കുന്നവിടുന്ന് ഏകദേശം ഒരു 40-45 മിനിറ്റിൻ്റെ യാത്ര ഉണ്ട് കേട്ടോ ഇവിടേക്ക്, ഈ പിരമിഡേക്ക്. നമ്മൾ ആദ്യം പോകുന്നത് സക്കാറയിലേക്കാണ്. സക്കാറയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയുള്ള പിരമിഡാണ് സക്കാറയിലുള്ളത്. അപ്പോൾ അവിടേക്കാണ് ആദ്യം പോകുന്നത് പറഞ്ഞു. നമുക്കൊരു പമ്പിൽ എണ്ണ അടിക്കണം എന്ന് പറഞ്ഞിട്ട് പമ്പിൽ കയറ്റിയാണ്. ഇവിടെ പെട്രോളിനും ഡീസലിനൊക്കെ നല്ല പ്രൈസ് കുറവാണ് കേട്ടോ. ഇപ്പോൾ സൂപ്പർ 95 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ 12.50 ഈജിപ്ഷ്യൻ പൗണ്ടേ ഉള്ളൂ. അതുപോലെ നമ്മൾ സ്പെഷ്യൽ 92 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 11.50 ഇവിടുത്തെ ഈജിപ്ഷ്യൻ പൗണ്ട് വരുന്നുള്ളൂ. നല്ല കുറവാണ്. നമ്മൾ നാട്ടിൽ നിന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും UAE ഗൾഫ് രാജ്യങ്ങളിൽ കമ്പയർ ചെയ്യുകയാണെങ്കിലൊക്കെ നല്ല പ്രൈസ് കുറവാണ്. പെട്രോൾ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് അഹമ്മദ് ഒരു കോഫി മേടിച്ചു തന്നു കേട്ടോ. ഇതാ കാണുന്ന ചെറിയ ടെൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് കോഫി ഉണ്ടാക്കിയുള്ളത്. ടർക്കിഷ് കോഫിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അഹമ്മദ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കോഫി മേടിച്ചതാണ്. എനിവേ നമുക്ക് പോവാം. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദ് ഒരുപാട് യാത്ര ചെയ്യുന്ന മനുഷ്യനാണ് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾക്ക് പോയിട്ടുണ്ട്. അഹമ്മദിനൊക്കെ ഒരുപാട് കഥകളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളി UAE വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ പോയ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു പോയിരുന്നു. പിന്നെ ഇവിടെ ഈജിപ്തിൽ തെങ്ങും അതുപോലെ തന്നെ നെല്ലും ഒക്കെ ആയിട്ട് ഒരുപാട് കൃഷിയിടങ്ങൾ നമുക്ക് കാണാം. കൃഷിപ്പാടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പോവാണ്. അങ്ങനെ നമ്മൾ സക്കാറ പിരമിഡിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടോ. ഗേറ്റിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് ടിക്കറ്റ് 450 ഈജിപ്ഷ്യൻ പൗണ്ടാണ് ടിക്കറ്റ്. ഇവിടെ കാർഡ് അക്സെപ്റ്റ് ആവുള്ളൂ.
ഇൻ്റർനാഷണൽ കാർഡ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ ഈ പിരമിഡ് സ്ഥലങ്ങൾ ഗിസയിലത്തെ എല്ലാ ഏരിയയിലും അങ്ങനെ തന്നെയെന്ന് പറഞ്ഞത്. എല്ലാ ഏരിയയിലും ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ കാർഡ് ഉണ്ടായിരിക്കണം, ക്രെഡിറ്റോ അല്ലെങ്കിൽ ഡെബിറ്റോ. ഞാൻ ഏതായാലും ഡെബിറ്റ് കാർഡ്, ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ് കൊടുത്തിട്ടാണ് ടിക്കറ്റൊക്കെ എടുത്തത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോംപ്ലക്സിൻ്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് എന്ന് വന്നാലും ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്കും എന്തെങ്കിലുമൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുമെന്നാണ് അഹമ്മദ് പറയുന്നത് കേട്ടോ. എന്നും ഇവിടെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല ഈ ഗിസ ഏരിയയിലൊക്കെ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞത്. ഈ കാണുന്നത് പഴയൊരു കൊട്ടാരമായിരുന്നു കേട്ടോ. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടുപിടിച്ചതെന്നാണ് പറഞ്ഞത്. ഇത് താഴെ പഴയൊരു കൊട്ടാരമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ മാസം കണ്ടാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ റെസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് റോഡിലും തിരക്കൊന്നുമില്ല. ഇപ്പോൾ രാവിലെ തന്നെ 9:30 ആയിട്ടുള്ളൂ. ലേറ്റ് ആകത്തോളം നേരം നമ്മൾ അടുത്തുള്ള ഡെസ്റ്റിനേഷനിലേക്ക് ലേറ്റ് ആവും. അപ്പോൾ ഇന്ന് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള ടെൻഷനിലാണ് നമ്മളുണ്ടാവും. എനിവേ നമുക്ക് സക്കാറ പിരമിഡിലേക്ക് പോവാം. ഇപ്പോൾ സക്കാറ പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് പിരമിഡ് എന്നാണ് ഇതിനെ നോർമലായിട്ട് വിളിക്കാറ്, അല്ലെങ്കിൽ ജോസർ പിരമിഡ് എന്ന് പറയും. ജോസർ എന്ന് പറഞ്ഞ രാജാവാണ് ഈ ഒരു പിരമിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫസ്റ്റായിട്ട് പിരമിഡ് ഉണ്ടാക്കുന്ന ഈ മറ്റുള്ള പിരമിഡൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പിരമിഡാണ്. സ്റ്റോൺ വെച്ചിട്ടുള്ള ആദ്യത്തെ പിരമിഡാണ് സക്കാറയിലെ സ്റ്റെപ്പ് പിരമിഡ്. അങ്ങനെ നമ്മൾ സക്കാറയിൽ എത്തിയിരിക്കാം കേട്ടോ. സക്കാറയിലാണ് ഏറ്റവും ലോകത്തിലെ തന്നെ ആദ്യത്തെ പിരമിഡ് ഉണ്ടായ സ്ഥലമാണ് സക്കാറ. ജോസർ എന്നുള്ള ഒരു രാജാവാണ് ഈ ഒരു പിരമിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന അതാണ് നമ്മൾ പിരമിഡ്. ഇതിന് ജോസർ പിരമിഡ് അതുപോലെ തന്നെ സ്റ്റെപ്പ് പിരമിഡ് എന്നൊക്കെ പറയാറുണ്ട്. ഇതാണ് ഏറ്റവും ആദ്യം ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യം സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പിരമിഡ് എന്ന് പറഞ്ഞു കേട്ടോ. ഇതിന് മുമ്പ് ഒരുപാട് പിരമിഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, പക്ഷേ പിരമിഡിൻ്റെ ഷേപ്പിൽ കിട്ടിയത് ഒരു പക്ഷേ ഈ ഒരു സംഭവമായിരിക്കും. ഇതിങ്ങനെ സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 62 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതിന് ശേഷമാണ് മറ്റുള്ള എല്ലാ പിരമിഡ്സുകളും ഏകദേശം 155 പിരമിഡോളം കണ്ടെത്തിയിട്ടുണ്ട് ഈജിപ്തിൽ തന്നെ. അപ്പോൾ ഇതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ സ്റ്റോൺ പിരമിഡ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇത് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ എൻട്രൻസ് പോകുന്നത് ഈ ഒരു സ്ഥലത്ത് കൂടിയാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അതാണ് നമ്മൾ പിരമിഡ്. ഇതിൻ്റെ അകത്ത് കൂടെ ഉണ്ടോ എൻട്രൻസ്. ഇതിനകത്തായിരിക്കും ഈ ജോസർ എന്നുള്ള രാജാവൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അകത്ത് കൂടെ വരും എന്നാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരു മിറർ പോലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണാൻ പറ്റും. ഒരു മിറർ പോലും ഇത് അന്നത്തെ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നിന്ന് കടന്നു വരുമ്പോൾ ഇവിടെയൊക്കെ ഭടന്മാരും ഒക്കെ നിൽക്കും. ഇതൊക്കെ അതിനുള്ള സ്ഥലങ്ങളാണ്. നമ്മളവിടുന്ന് എൻട്രൻസിൽ നിന്ന് കടന്നു വന്നു. ഇനി നമുക്ക് ഇവിടെയൊക്കെ നടക്കാം. ഇവിടെ ഒന്നും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമുക്കിവിടെ ഈ ഗ്രൗണ്ടിൽ മൊത്തം നടക്കാം. ആക്ച്വലി ഇങ്ങനെ നടക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇവിടെ മണലുണ്ടാവില്ല. അതൊരു ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ട്, കട്ടൊക്കെ പതിച്ചിട്ടുണ്ട്. എനിവേ എല്ലാവരും വിചാരിക്കുന്നതാവും ഞാൻ എന്തിനാണ് ഈ ഡ്രൈവറെ എടുത്തതെന്നുള്ളത്. എല്ലാവർക്കും അറിയാൻ പറ്റും നമുക്ക് ഊബർ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ടാക്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഊബറാണ് ഏറ്റവും ബെറ്റർ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ഒരു ഗൈഡ് വിത്ത് ഡ്രൈവർ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കൊരു പക്ഷേ ഒറ്റയ്ക്ക് വരാം, ഊബർ എടുത്തിട്ട് വരാം. എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നതാണ്. മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടൊക്കെ എന്തെങ്കിലും ഒളിഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ, ഒളിഞ്ഞ സ്ഥലങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റുന്നത്. ഞാനൊരു ഗിസ ഏരിയ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് രാവിലെ 8 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇന്നലെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള അറിയുന്ന ഒരാളുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആകുമല്ലോ. മാത്രമല്ല നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു ടൂറാണിത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മളെ അഹമ്മദ് ദുബായിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് പിരമിഡിനെ ടച്ച് ചെയ്യാൻ പോവാണ്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് സ്റ്റോൺ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള പിരമിഡ് ഫസ്റ്റ് കൺസ്ട്രക്ഷനാണ് കേട്ടോ ഇത് വേൾഡിലെ. എനിവേ നമ്മളിതിൽ ടച്ച് ചെയ്തു. ഇതിനുപയോഗിച്ചിട്ടുള്ള കല്ലുണ്ടല്ലോ, നല്ല ചെറിയ കല്ലാണ്. നമ്മൾ ഗിസ പിരമിഡിന് ഉപയോഗിച്ചിട്ടുള്ള കല്ലിൻ്റെ അത്ര വെയിറ്റും ഹൈറ്റും വലുപ്പമൊന്നുമില്ല. ചെറിയ കല്ലുകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളൊരു കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും പെട്ടെന്ന് തന്നെ ഒരു സുപ്രഭാതത്തിൽ നിന്ന് ഒരു വലിയൊരു ആർക്കിടെക്ചറായിട്ടുള്ള ഈ പിരമിഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് കുഫു പിരമിഡ് അല്ലെങ്കിൽ ദ ഗ്രേറ്റ് പിരമിഡ് ഇത്രയും വലുതായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാന ഐഡിയ കിട്ടുന്നത് ഈ ഒരു പിരമിഡ് ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഇതിന് മുമ്പും ഒരു പക്ഷേ പിരമിഡ് ഉണ്ടായിട്ടുണ്ടാവും. ഏകദേശം ഒരുപാട് പിരമിഡ് ഇവിടെ ഉണ്ട്. ചെറിയ കുത്തനെ പോലുള്ള പിരമിഡ്, അതുപോലെ തന്നെ റൗണ്ടായി ഷേപ്പായിട്ടുള്ള, ഒരു പക്ഷേ ഈ ഒരു ഷേപ്പ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, പക്ഷെ അത് പറ്റും പല ഷേപ്പുകളായിട്ട് മാറിയിട്ടുള്ള പിരമിഡ്സ് ഉണ്ട്. അപ്പോൾ എല്ലാതും കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പിരമിഡ് ഷേപ്പിൽ രൂപത്തിൽ
ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് ബാക്കിയുള്ള പിരമിഡ്സൊക്കെ. കുഫു എന്ന് പറഞ്ഞ രാജാവുണ്ടല്ലോ ഏറ്റവും വലിയ പിരമിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്, ആ ഒരു രാജാവിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു ഈ പിരമിഡ് നിർമ്മിച്ചിട്ടുള്ള ജോസർ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു പിരമിഡ് നിർമ്മിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഐഡിയാസ്, കൺസ്ട്രക്ഷൻ ഐഡിയാസ് ആവട്ടെ, മറ്റുള്ള എല്ലാ ഐഡിയകളും ഇതിനെ കുറിച്ചിട്ട് ഇതുണ്ടാക്കിയതുകൊണ്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് ഐഡിയകളുണ്ടാവും. ആ ഐഡിയകൾ ഉപയോഗിച്ചിട്ടായിരിക്കും അത്രത്തിലും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പിരമിഡ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചത്. മാത്രമല്ല ഈ കുഫു, ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് കുഫു എന്ന രാജാവിൻ്റെ ഫാദറും പിരമിഡ് 2 ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ആ ഒരു പിരമിഡ് കാണാനാണ്, ആ 2 പിരമിഡ് കാണാനാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ അതിലും ഒരുപാട് ലിമിറ്റേഷൻസും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളും ഇവിടുന്ന് കിട്ടിയിട്ടുള്ള, അതിനു മുമ്പ് പുള്ളിയുടെ ഗ്രാൻഡ് ഫാദർ ഉണ്ടാക്കിയിട്ടുള്ള ഈ സ്റ്റെപ്പ് പിരമിഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഐഡിയാസും കൺസ്ട്രക്ഷൻ സംഭവങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം അദ്ദേഹം ഇത്തരത്തിൽ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പിരമിഡ് നിർമ്മിക്കാൻ കാരണം. ഇനി ഞാനൊരു അടിപൊളി സ്ഥലം കാണിച്ചു തരാം. ഇസ്ലാമിൽ യൂസഫ് നബി അലൈഹി സ്വലാം അല്ലേ, മിസ്രിയിലെ രാജൻ അസീസിൻ ആരംഭ സൗജത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട് കേട്ടിട്ടുണ്ട്, ഹിസ്റ്ററി നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ യൂസഫ് നബി അലൈഹി സ്വലാമും സുലൈഖ ബീവിയും കൂടി ഒരുപാട് കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യൂസഫ് അലൈഹി സ്വലാമിനെ ജയിലിലാക്കിയിട്ടായിരുന്നു ആ സമയത്ത്. അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, അറിയുന്നവർക്കറിയാം, ഇസ്ലാമിക് ചരിത്രങ്ങളാണ്. അപ്പോൾ അന്ന് യൂസഫ് നബിയെ ഒരു ജയിലിൽ കൊണ്ടുപോയിട്ടു എന്നുള്ളതൊക്കെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഒരു ജയിൽ ഇപ്പോൾ അവർ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, അല്ലാഹു അലം അത് തെറ്റാണോ ശരിയാണോ ഒന്നും അറിയില്ല. പക്ഷെ ആ ഒരു ജയിലുള്ള സ്ഥലമാണ് ഞാൻ ഇനി പോകാൻ. നമുക്കതിൽ പോയി വെക്കാം, അത് കാണാൻ പറ്റുമോ, അതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടെ തന്നെയാണോ കറക്റ്റ് ഒന്നും അറിയില്ല. രൂപം വെച്ച് പോവാണ്. ഇതാണ് ആ സംഭവം. പക്ഷെ ഇതൊരു ക്ലോസ്ഡ് ആണ്. പക്ഷേ ഇതിൽ കൂടെ ഇറങ്ങി പോകുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അയാളെ പേര് എനിക്ക് ഓർമ്മയില്ല യൂട്യൂബിൽ. പക്ഷെ ഇത് ക്ലോസ്ഡ് ആണ് ഇപ്പോൾ. ഇതൊരു ആരോ ഒരാളെ ടോമാണിത്, ഇദ്ദേഹത്തിൻ്റെ ടോമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അടച്ചിട്ടുള്ള ആ ഒരു ജയിൽ ഇതിൻ്റെ അകത്താണ്. എനിവേ നമുക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. നെക്സ്റ്റ് ടൈമിൽ എപ്പോഴെങ്കിലും വരുമ്പോൾ ഇൻഷാ അല്ലാഹ് കാണാം. അപ്പോൾ ഒരു സ്ഥലം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ. ഇത് കണ്ടോ, അത് ഒരുപാട് പോകാനുണ്ട് ഇതിനകത്ത്. ഏകദേശം 2-3 കിലോമീറ്ററോളം ഉണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 കിലോമീറ്റർ ഉണ്ട്. ഇത്രയും ആഴത്തിലാണ്. ഇതൊന്നുമല്ല കേട്ടോ, ഇതിനെ ഇനിയും പോകേണ്ട അതിൻ്റെ അകത്ത്. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പാകിസ്ഥാനിയാണ്, എനിക്ക് റിയാസോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബറാണ്. അപ്പോൾ പുള്ളി ഇതിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടാണ് ഇവിടെ വന്നത്. ആ ചരിത്രമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷേ അത് ഇവിടെയാണുള്ളത്. യൂസുഫ് നബി അറിയാലോ, പ്രബോധനം നടത്തിയതും രാജാവായിരുന്നതൊക്കെ മിസ്രിലാണ്, ഈജിപ്തിലാണ്. അദ്ദേഹം കനാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ഫലസ്തീൻ്റെ ആ ഭാഗത്തുള്ള ആളായിരുന്നു. അങ്ങനെ കിണറിൽ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരൊക്കെ കിണറിലിട്ടു. അവിടുന്ന് ഒരാൾ മിസ്രിലേക്ക് വരുന്നൊരു കച്ചവടക്കാരൻ പുള്ളിയെ മിസ്രിലെത്തിച്ചപ്പോൾ നൈൽ നദിയിൽ നിന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം മുഖം കഴിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓൾറെഡി ഭംഗിയുള്ള ആളാണ്, അതിനെക്കാട്ടിലും ഇരട്ടിയായി എന്നൊക്കെ പറയുന്ന ചരിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പിരമിഡിലേക്ക് പോകാം. റെഡ് പിരമിഡ്, അതുപോലെ തന്നെ ബെൻഡ് പിരമിഡ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുഫു എന്ന് പറഞ്ഞ ആൾ ഗ്രേറ്റ് പിരമിഡ് ഉണ്ടാക്കിയിട്ടുള്ള ആൾ ഫാദർ ഉണ്ടാക്കിയിട്ടുള്ള 2 പിരമിഡ്സാണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പോൾ എനിവേ അവിടെ പോകാം. ഈജിപ്ത് ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റിന് ഫേമസ് ആയിട്ടുള്ള രാജ്യം കൂടിയാണ്. ഒരുപാട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കാർപ്പറ്റ്സ് പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സക്കാറയിൽ നിന്ന് വരുന്ന സമയത്ത് ഒരുപാട് സ്കൂളുകൾ കണ്ടിട്ടു, കാർപ്പറ്റ്സിൻ്റെ ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റിൻ്റെ സ്കൂളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സ്കൂളിൻ്റെ അകത്തേക്കാണ് അഹമ്മദ് നമ്മൾ കൊണ്ടുപോകുന്നത്. To finish 1 square meter, these types take about 1.5 months. You can see here how we can make not here. ممكن تعملها بالراحة. I'm asking him to make it very slowly. You can see. This is 1 knot. You can see here. This is about millions of knots. We finish like 2 by 3 meters. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റ്സിൻ്റെ സ്കൂളിൽ ജസ്റ്റ് അതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ഗിസയിലെ ദഷൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ 2 പിരമിഡ്സുകളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം.
ഏതായാലും നമ്മൾ അതിൻ്റെ കോംപ്ലക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് 150 ഈജിപ്ഷ്യൻ പൗണ്ടാണ്. ഇവിടെയും നമുക്ക് ഇൻ്റർനാഷണൽ കാർഡ് യൂസ് ചെയ്തിട്ടാണ് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ക്യാഷൊന്നും ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ കോംപ്ലക്സിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടുള്ള സ്റ്റെപ്പ് പിരമിഡ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പ് പിരമിഡിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള 2 മെയിൻ പിരമിഡുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ജോസർ എന്ന് പറഞ്ഞ രാജാവായിരുന്നു സ്റ്റെപ്പ് പിരമിഡ് ഉണ്ടാക്കിയത്. ഇവിടെ ജോസറിൻ്റെ രാജാവിൻ്റെ മകനായിട്ടുള്ള നെഫ്രു എന്ന് പറഞ്ഞിട്ട് രാജാവാണ് ഇവിടുത്തെ 2 പിരമിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ഫസ്റ്റ് പിരമിഡാണ് ഈ കാണുന്ന ബെൻഡ് പിരമിഡ്. ബെൻഡ് പിരമിഡ് എന്ന് പറയുമ്പോൾ ഈ പിരമിഡ് തന്നെ ഒരു ബെൻഡ് ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. ചെറിയൊരു ബെൻഡ് ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ബെൻഡ് പിരമിഡ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു നെഫ്രു എന്ന് പറഞ്ഞ രാജാവ് ഈ പിരമിഡിൻ്റെ ബേസൊക്കെ നല്ല അടിപൊളിയായിട്ട് കൺസ്ട്രക്ഷനൊക്കെ ചെയ്തു വന്നെങ്കിലും ഇത് ഒരു 40-45 മീറ്ററോളം ഹൈറ്റ് ആയപ്പോഴും ഇതിനെന്തോ ഒരു തകരാറുള്ളത് പോലെ തന്നെ ഇതിൻ്റെ പിരമിഡിൻ്റെ ഷേപ്പിലേക്ക് കിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആംഗിളൊക്കെ ഒന്ന് ഇടയിൽ വെച്ചിട്ട് കുറച്ചൊന്ന് ബെൻഡാക്കിയിട്ടാണ് മറ്റേ ഒരു പിരമിഡ് ഷേപ്പാക്കി മാറ്റിയത്. ഇതിന് ഏകദേശം 104 മീറ്ററാണ് ഹൈറ്റ് ഉള്ളത്. 45ഓളം മീറ്ററിൻ്റെ ബേസും അതുപോലെ തന്നെ പിന്നെ ബെൻഡ് വന്നിട്ട് ഏകദേശം 57 മീറ്ററോളം ഹൈറ്റ് ആയിട്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ പണിതിട്ടുള്ളത്. ഈ ഒരു നെഫ്രു എന്ന് പറഞ്ഞ രാജാവ് ഈ ഒരു ബെൻഡ് പിരമിഡ് ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയതിന് കൺസ്ട്രക്ഷന് ശേഷം ഇയാൾക്ക് ഒരിക്കലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇയാൾ ഈ കാണുന്ന റെഡ് പിരമിഡ് ഉണ്ടാക്കിയതാണ്. ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യം ഒരു പിരമിഡ് ഷേപ്പിൽ കറക്റ്റായിട്ടുള്ള പിരമിഡ് ഹൈറ്റ് കുറവാണെന്നെങ്കിലും കറക്റ്റായിട്ടൊരു പിരമിഡ് ഷേപ്പ് വന്നത് ഈ ഒരു റെഡ് പിരമിഡ് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ. ഇനി അവിടുത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ നെഫ്രു രാജാവ് ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ട് പിരമിഡിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അത് കറക്റ്റ് ഷേപ്പിൽ വന്നിട്ടുള്ളൊരു പിരമിഡിൻ്റെ മുമ്പാണ് നെഫ്യൂ പിരമിഡ് അല്ലെങ്കിൽ റെഡ് പിരമിഡ് എന്നൊക്കെ പറയുന്നത്. റെഡ് കളറായിരുന്നു ഇത് ഉണ്ടാക്കിയ സമയത്ത്, റെഡ് ലൈം സ്റ്റോണൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഏകദേശം സാധാ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് റെഡ് പിരമിഡ് എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ ആദ്യം ഈ നെഫ്രു എന്നുള്ള രാജാവ് ഒരു പിരമിഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ കാൽക്കുലേഷനും ഷേപ്പും കാര്യങ്ങളൊക്കെ വേറെ ആയതുകൊണ്ട് തന്നെ അതൊരു പിരമിഡിൻ്റെ ഷേപ്പ് യഥാർത്ഥത്തിലുള്ള ഷേപ്പ് കിട്ടിയില്ല. അങ്ങനെയാണ് പുള്ളി രണ്ടാമത് ഈ ഒരു പിരമിഡ് ഉണ്ടാക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് പോകട്ടെ. അപ്പോൾ പിരമിഡ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പിരമിഡിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോകാൻ ഏറ്റവും ബെസ്റ്റ്. കാരണം ഇവിടെ ഫ്രീ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഗിസ പിരമിഡ് ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ഇപ്പോൾ നമ്മൾ കണ്ടുവന്നിട്ടുള്ള സ്റ്റെപ്പ് പിരമിഡ് ആണെങ്കിലും സ്പെഷ്യൽ ചാർജ് ഉണ്ട് ഇതിൻ്റെ അകത്തേക്ക് പോകാൻ. പക്ഷേ എല്ലാ പിരമിഡ്സിൻ്റെ അകത്തും സെയിം എക്സ്പീരിയൻസ് ആണ്. എനിവേ നമ്മൾ ഈ പിരമിഡിൻ്റെ ഷേപ്പിൽ, ലോകത്തിൽ തന്നെ ആദ്യം പിരമിഡ് ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റോൺ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പോവാണ്. നമുക്കിവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. അവിടെയാണ് നമ്മൾ കാർ പാർക്ക് ചെയ്യുക. ഇത് എല്ലാം ഏരിയ കാണുന്ന പിരമിഡ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇപ്പോൾ പോയ പിരമിഡ്. അപ്പോൾ ആ പിരമിഡ് ഈ പിരമിഡൊക്കെ ഒരേ ലൈനിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ഷോർട്ടസ്റ്റ് ഒരു റോഡ് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അഹമ്മദ് പെട്ടെന്ന് വരാൻ. പക്ഷേ ഇങ്ങനെ അവിടെ എടുത്താണെന്നുണ്ടെങ്കിൽ കൂടി നമ്മളിങ്ങനെ കറങ്ങി വരണം. 10-20 മിനിറ്റോളം ട്രാവൽ ചെയ്യണം നമുക്ക് ഈ ഒരു പിരമിഡ് ആ പിരമിഡൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ. കാണുമ്പോൾ എടുത്തെടുത്ത് തോന്നും. നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് പോവാണ്. കുറേ പോകണ്ട, അതാണ് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു കുറച്ച് കയറിയിട്ടാണ് ഇതിൻ്റെ എൻട്രൻസ്. പോയി നോക്കാം. ഇതും ഗിസ പിരമിഡ് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റോണ് വ്യത്യാസമുണ്ട്. സ്റ്റോൺ സെയിം അല്ല, ഇത് കുറച്ച് ചെറിയ സ്റ്റോണാണ്. സ്റ്റെപ്പ് പിരമിഡിനെക്കാളും വലിയ സ്റ്റോണാണ്, ബട്ട് ഗിസൻ്റെ അത്ര വലുതല്ല താനും. അങ്ങനെ നമ്മൾ പിരമിഡിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാം കേട്ടോ. സത്യത്തിൽ നമ്മൾ പിരമിഡിൻ്റെ മുകളിലേക്ക് കയറി പോകുമെന്നാണ് വിചാരിക്കുക നമ്മൾ പിരമിഡിൻ്റെ അകത്തേക്ക് പോകുന്ന പറയുമ്പോൾ. പക്ഷേ ഇത് നമ്മൾ പുറത്തുകൂടെ പിരമിഡിൻ്റെ ഏകദേശം ഒരു നടുവരെയൊക്കെ വന്നിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു കുണ്ടായിട്ട് ഉള്ളൊരു ഇറക്കമാണ്. നമ്മൾ ഇറങ്ങി പോകും. കുറേ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. എന്താണ് വയ്യായിട്ട് തോന്നുന്നുണ്ട്, കതച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് പൊളിഞ്ഞാടുന്ന ചുറ്റുന്നത് പേടിയുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പോകാനുണ്ട്. പോക്ക് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. ഭയങ്കര റിസ്ക്കാണ്. നമ്മളിങ്ങനെ കുനിഞ്ഞ് പോകണം. ഇത് ഇതേപോലെ തന്നെ ഇങ്ങനെ കയറും വേണ്ടെന്നുള്ളതാണ്. ഇതിൻ്റെ താഴെ ഏറ്റവും താഴത്താണ് എന്തോ സംഭവങ്ങളുള്ളത്. അവിടെ ആയിരിക്കും ഇവരെ ഈ മമ്മീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കുക. അവിടെയാണ് ഇവരെ മറവ് ചെയ്യുന്നത്. ഇപ്പോൾ സംഭവം അവിടെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ മമ്മിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ മ്യൂസിയത്തിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലാണ് നമ്മുടെ മമ്മിയും അതുപോലെ തന്നെ മറ്റുള്ള ശവശരീരങ്ങളും കുടീരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇവിടുന്ന് ഇറങ്ങൽ ഭയങ്കര റിസ്ക്കാണ്. ഇനിയിപ്പോൾ ഇതിനെക്കാളും റിസ്ക് ആയിരിക്കും ഇങ്ങോട്ട് കയറി വരിക എന്ന് പറയുമ്പോൾ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങിട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് നടക്കാൻ പറ്റുന്ന രൂപമാണ്. ഇവിടെ ചെറിയൊരു ഹാളുണ്ട്. ഇതാണ് ഇതിൻ്റെ താഴെ ഉള്ളത്. ഇനി അപ്പുറത്തൊക്കെ റൂമുണ്ട്. ഇത് ചെറിയൊരു ഹാൾ പോലെയാണ്, വന്ന് ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തും ഒരു റൂമാണെന്നുണ്ട്.
ഇതിന് മുകളിലൊന്നുമില്ല കേട്ടോ. ഇവിടുന്ന് പിരമിഡിൻ്റെ നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കുന്ന ഒരു ഫീലൊന്നുമില്ല. ജസ്റ്റ് അപ്പുറത്തുണ്ടായിരിക്കാം ചിലപ്പം. ജസ്റ്റ് ഒരു ചെറിയൊരു കോണ് പോലെ ഒരു ചെറിയൊരു ഹാള്. ഇതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ മുകളിലേക്ക് പോകാൻ. എനിക്ക് തോന്നുന്നു അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും. റെഡ് പിരമിഡിൻ്റെ അകത്ത് പോയി വന്നു. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഒരു എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. നല്ല ടയർഡായി. അകത്ത് ചെറുതായി ചൂടുണ്ട്. എനിവേ ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ. ഗിസൻ്റെ അകത്തേക്ക് പോകണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. പ്ലസ് ഇതല്ലേ ഉള്ളൂ ഫീല്. നമ്മൾ താഴത്തേക്ക് ഇറങ്ങാണ്. നമ്മളെ കാറുള്ളത് ആ സൈഡിലാണ്. അവിടെ പോയിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങാം. £150 ഇവിടുത്തെ ടിക്കറ്റ്. എവിടെ പോയാലും ഇന്ത്യനാണോ പറഞ്ഞിട്ട് ആൾക്കാരുടെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാട്ടെ. നമ്മളെ മെംഫിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പൺ എയർ മ്യൂസിയത്തിൽ വന്നാണ്. ഇവിടെ 2 ഇമ്പോർട്ടൻറ്റ് സ്റ്റാച്യൂസ് ആണുള്ളത്. നമ്മൾ റാംസിസ് II എന്ന് പറഞ്ഞിട്ടുള്ള ദ ഗ്രേറ്റ് ഫെറോയുടെ സ്റ്റാച്യു ആണിത്. അവൻ്റെ അടുത്താണ് നമ്മളുള്ളത്. ദ റാംസിസ് ദ ഗ്രേറ്റ് 19ാമത്തെ രാജഭരണത്തിൽ ഉണ്ടായിരുന്ന, നമ്മളെല്ലാവരും ഫിറോൺ എന്നൊക്കെ പറയുന്ന, ഫിറോൺ ആണെന്ന് കരുതപ്പെടുന്ന റാംസിസ് II സ്റ്റാച്യു ആണിത്. വലിയ സ്റ്റാച്യു ആണ്. റാംസിസ് II ദ ഗ്രേറ്റ് ഫെറോവ എവർ, ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഫെറോവ. ഖുർആനിൽ ഫിറോൻ എന്നൊക്കെ പറയുന്നുള്ള ആ ഒരു ഫിറോവിൻ്റെ ഈജിപ്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാച്യു ആണെന്നുള്ളത്. ഏകദേശം 10 മീറ്ററോളാണ് അതിൻ്റെ സ്റ്റാച്യു. ആ സ്റ്റാച്യു നിൽക്കുന്ന ഓപ്പൺ എയർ മ്യൂസിയത്തിലാണ് ഞാനുള്ളത്. ഇതാ കാണുന്നതാണ് അതിൻ്റെ സ്റ്റാച്യു. ലൈം സ്റ്റോണിൽ കർവ് ചെയ്തിട്ടുള്ള സ്റ്റാച്യു ആണത്. കണ്ടെത്തിയിൽ വെച്ചിട്ട് റാംസിസ് II അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഫെറോവയുടെ 2ാമത്തെ ഏറ്റവും വലിയ സ്റ്റാച്യു ആണത്. ഏകദേശം 10 മീറ്ററോളം ഉണ്ട് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതിന് ഇതിൻ്റെ കാൽഭാഗത്ത് പാദഭാഗമൊന്നും ഇല്ലാതെ തന്നെ 10 മീറ്ററോളം ഉണ്ട്. 1820 ഒരു ഇറ്റാലിയൻ ട്രാവലറാണ് ഈ ഒരു സ്റ്റാച്യു ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ഇത് ഈജിപ്തിലെ മെംഫിസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ ഇത് കണ്ടെത്തിയത് ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഇത് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് അവിടെ ഒരു ഓപ്പൺ എയർ മ്യൂസിയം ഉണ്ടാക്കി മാറ്റിയിട്ടാണ് ഈ ഒരു സ്റ്റാച്യു. ഇതും റാംസിസ് II ഒരു സ്റ്റാച്യു ഉണ്ടോ. മറ്റേത് ഇതിനെക്കാട്ടും വലിയ സ്റ്റാച്യു ആണ്. ഇതതിനേക്കാളും ചെറുതാണ്. അത് മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഒരുപാട് കല്ലുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. എനിവേ നമ്മളിവിടുന്ന് പോവാണ്. ഇനിയാണ് ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ, ഏറ്റവും വലിയ പിരമിഡായിട്ടുള്ള, ലോക അത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള, ഏറ്റവും ആദ്യത്തെ അത്ഭുതമായിട്ടുള്ള ദ ഗ്രേറ്റ് ഗിസ പിരമിഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഇന്ന് ഇവിടുത്തെ മറ്റുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അവിടുത്തെ ഗിസ കോംപ്ലക്സിൽ പോയിട്ട് അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം. കാരണം അതാണല്ലോ ദ ഗ്രേറ്റ് പിരമിഡ്.